തൃശ്ശൂരിൽ UDF-ന്റെ വിജയം സുനിശ്ചിതമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആവേശത്തോടുകൂടിയാണ് UDF-ന്റെ പ്രവർത്തകർ കെ മുരളീധരന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ രാവിലെ എനിക്ക് കാണാൻ സാധിക്കും. രാവിലെ 7 മണിക്ക് ഞാൻ എത്തുന്നതിന് മുമ്പ് ഇവിടെ കൊച്ചുകുട്ടികളടക്കം അദ്ദേഹത്തിന് വേണ്ടി പ്രചരണത്തിനായി കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും UDF ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. ഹലോ, എല്ലാവർക്കും അവരുടെ അവകാശവാദങ്ങളും ആഗ്രഹങ്ങളൊക്കെ കാണുമല്ലോ. പുതുപ്പള്ളി ജയിക്കുമെന്നായിരുന്നു LDF-ന്റെ അവകാശവാദം. എന്തായി? അപ്പോൾ ഓരോരുത്തർക്ക് ഇപ്പോൾ തൃക്കാക്കര ജയിക്കുന്ന LDF-ന്റെ അവകാശം. ഓരോ ഇലക്ഷൻ ഓരോരുത്തരുടെ ആഗ്രഹം കാണും. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇവിടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ശ്രീ കെ മുരളീധരൻ തന്നെ ജയിക്കും. ഞാൻ BJP-ക്കാരെ കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയുന്നില്ല. അവരവരുടെ കാര്യം നോക്കട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കും. ഞാനിനി കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാനില്ല. ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഓരോരുത്തർക്കും അവരുടെ ലക്ഷ്യങ്ങളുണ്ട്. എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 24 വർഷമായി ഈ പാർട്ടിക്ക് വേണ്ടി രാജീവ് ഗാന്ധി കാണിച്ചു തന്ന, പ്രിയപ്പെട്ട എന്റെ പിതാവ് കാണിച്ചു തന്ന പാത, ആ പാതയിലൂടെ ഈ നാടിന് വേണ്ടി സേവനം നടത്തുക എന്നുള്ളതാണ്. അതിനകത്ത് യാതൊരു വ്യത്യാസവുമില്ല. ഓരോരുത്തർക്കും അവരുടേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടേതായ താല്പര്യങ്ങളും അവരുടേതായ ആഗ്രഹങ്ങളും കാണും, അവരുടേതായ പ്രതീക്ഷകൾ കാണും. ആ പ്രതീക്ഷയനുസരിച്ച് അവരുടെ വ്യക്തിപരമായ തീരുമാനം അവരെടുക്കും. അതുകൊണ്ട് പാർട്ടിക്ക് നഷ്ടമില്ല. അവരെ സംബന്ധിച്ച് അവരുടെ രീതിയിൽ അവർക്ക് നേട്ടം കാണുമായിരിക്കും. അതെനിക്കറിയില്ല. അവര് തീരുമാനിക്കുന്ന കാര്യം എനിക്ക് അഭിപ്രായം പറ്റത്തില്ല. എന്റെ കാര്യം മാത്രമേ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ച കോൺഗ്രസ്സുകാരനായി ഇന്നേക്ക് മരണം വരെ നിൽക്കും.